KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടുപരിസരത്തു നിന്നും കൂടോത്രം ചെയ്ത അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കെ സുധാകരന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും സാന്നിധ്യത്തിൽ മന്ത്രവാദിയാണ് കൂടോത്രം പുറത്തെടുത്തത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണ് കൂടോത്രമെന്ന് സുധാകരൻ അനുകൂലികൾ. ഇത്രയൊക്കെ ചെയ്തിട്ടും ഭസ്മമാകാതെ താൻ ബാക്കിയുണ്ടല്ലോ എന്ന് സുധാകരൻ പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടുപരിസരമാണിത്. എണ്ണിയെടുത്ത് വിശദീകരിക്കുന്നത് കൂടോത്രത്തിനായി കുഴിച്ചിട്ട തകിടുകൾ. കാലും ഉടലും ശിരസുമെല്ലാം കഴുകി തുടച്ചെടുത്ത് വിശദീകരിക്കുന്നത് മന്ത്രവാദി. തെയ്യത്തിന്റെ രൂപവും വീടിന്റെ പ്ലാനും വരെ തകിടുകളിൽ. എല്ലാം ചെയ്തത് സുധാകരനെ തളർത്താനെന്ന് അനുയായികൾ. മന്ത്രവാദിയുടെ ഓരോ ചോദ്യത്തിനും മറുപടി നൽകുന്ന ശബ്ദം കെ സുധാകരന്റേതാണ്. അല്ല അതരിയ ഇതിനകത്തിന് എന്തെങ്കിലും ഉണ്ടോ നോക്കുക തലയ്ക്കകത്ത്. സുധാകരനൊപ്പം നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കെ സുധാകരന്റെ വീട്ടിൽ ആരാണ് തകിട് കൊണ്ടുവച്ചിട്ടുണ്ടാവുക? സുധാകരന്റെ രാഷ്ട്രീയ പ്രതിയോഗികളായ CPIM എന്തായാലും അത് ചെയ്യില്ല. BJPക്ക് തൽക്കാലം സുധാകരനൊരു ഇരയുമല്ല. അപ്പോൾ പിന്നെ കോൺഗ്രസ്സുകാരല്ലാതെ മറ്റാരാകാനാണ്? ഇനി കൂടോത്രത്തിന്റെ ചേതോ വികാരം എന്തെന്നാണ്? 4 ആൾ കൂടിയാൽ 40 നേതാക്കളുള്ള കോൺഗ്രസിൽ അതറിയാൻ മന്ത്രവും തന്ത്രവും പ്രശ്ന ചിന്തകളും വേണ്ട. ഗ്രൂപ്പ് പോരിൽ പൊരിയുന്ന കോൺഗ്രസിനെ കുറിച്ച് ചെറിയ അറിവ് മാത്രം മതി. കാലുവാരലും കുതികാൽ വെട്ടും പാരവയ്പുമൊക്കെയായി ഗ്രൂപ്പ് പോരിന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഭയാനകരമായ ഒരു വേർഷൻ പരസ്യമാകുന്നത് കേരളത്തിന് വലിയ പരിചയമില്ല. കൂടോത്രവും ആഭിചാരവും നടത്തി സുധാകരനെ മൂലക്കിരുത്തി നേതാവാകാൻ കാത്തിരിക്കുന്ന ആൾ മാത്രമല്ല, ഓരോ തകിട് പുറത്തെടുക്കുമ്പോഴും കാലിൻ്റെ ബാലൻസ് തെറ്റുന്നതും ടെൻഷൻ അനുഭവപ്പെടുന്നതും തലയ്ക്ക് പെരുപ്പ് അനുഭവപ്പെടുന്നതും പതിഞ്ഞ സ്വരത്തിൽ സമ്മതിക്കുന്ന കെ സുധാകരനും ഒരു ചോദ്യചിഹ്നമാണ്. കെ സുധാകരന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നതും തിരിച്ചടികൾ ഉണ്ടാകുന്നതും കൂടോത്രത്തിന്റെ ഫലമെന്ന് സൂചന നൽകിയത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണെന്നാണ് വിവരം. തുടർന്നാണ് മന്ത്രവാദിയെ വരുത്തി സുധാകരൻ കൂടോത്രം പുറത്തെടുത്തത്. കൂടോത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുധാകരനും മുന്നേ പറന്ന പക്ഷിയാണ് ഉണ്ണിത്താൻ. കാസർഗോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ തനിക്കെതിരെ കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞത് ഇതേ ഉണ്ണിത്താനാണ്. വീടിന് സമീപത്തും കോൺഗ്രസ് ഓഫീസിലും കൈപ്പത്തിയുടെ രൂപത്തിൽ കൂടോത്രം ചെയ്തെന്നായിരുന്നു ആരോപണം. CPIM BJP അനുഭാവികൾ എന്തായാലും കോൺഗ്രസ് ഓഫീസിൽ കൂടോത്രം ചെയ്യില്ലല്ലോ എന്നായിരുന്നു അന്ന് ഉണ്ണിത്താന്റെ ചോദ്യം. വാദം വ്യക്തമാണ്. സ്വന്തം ചിഹ്നമായ കൈപ്പത്തിയിൽ തന്നെ പണി കൊടുത്തത് കോൺഗ്രസുകാർ. കൂടോത്രത്തിന് പിന്നിലെ കാരണം ഗ്രൂപ്പ് യുദ്ധം മാത്രം. തൊട്ടു പിന്നാലെ രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടോത്രങ്ങളുടെ ആളെന്ന് ആരോപിച്ചത് കോൺഗ്രസ് നേതാവ് പെരിയ ബാലകൃഷ്ണൻ. സുധാകരനും ഉണ്ണിത്താനും മാത്രമല്ല, കോൺഗ്രസിലെ കിങ് മേക്കർ സാക്ഷാൽ DK ശിവകുമാർ പോലും ആഭിചാരത്തിൻ്റെയും ദുർമന്ത്രവാദത്തിൻ്റെയും രാഷ്ട്രീയ പ്രതിഫലനങ്ങളിൽ വിശ്വസിക്കുന്നു. തനിക്കെതിരെ കണ്ണൂരിലെ ക്ഷേത്രങ്ങളിൽ ശത്രുസംഹാര പൂജ നടന്നെന്നും ഇതിനായി മൃഗബലി നടത്തിയെന്നും പറഞ്ഞത് ഈ അടുത്ത്. അവിടെയും തീർന്നില്ല. കയ്യിൽ കെട്ടിയ ഒരു കൂട്ടം ചരടുകൾ ഉയർത്തിക്കാട്ടി ഇതാ എൻ്റെ രക്ഷയെന്ന് DK ശിവകുമാർ പറഞ്ഞത് സ്വന്തം പാർട്ടിക്കാരോട് തന്നെ. കൂടോത്രവും ശത്രുസംഹാരവുമൊക്കെ നടത്തിയാൽ രാഷ്ട്രീയ വിജയവും തിരിച്ചടികളും ഫലമെന്ന് വിശ്വസിച്ച് ഇവർ ചെയ്യുന്നതൊക്കെയും ഒരു കൊടിക്കീഴിലെ സഹപ്രവർത്തകർക്ക് എതിരെ തന്നെ എന്നതാണ് കൗതുകം. കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് പുതിയ കാര്യമല്ലെങ്കിലും ഗ്രൂപ്പ് തിരിഞ്ഞുള്ള കൂടോത്രങ്ങൾ പുതിയ കാര്യമാവുകയാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.